ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഗ്രീൻ റെവല്യൂഷനെ കുറിച്ചാണ്. ഗ്രീൻ റെവല്യൂഷൻ. അപ്പം ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഇൻട്രഡക്ഷൻ തരുവാണെങ്കിൽ, ആക്ച്വലി വി നെവർ നീഡ് ആൻ ഇൻട്രഡക്ഷൻ. വി ഹാവ് ലോട്ട് ഓഫ് ഐഡിയാസ് അബൌട്ട് ഗ്രീൻ റെവല്യൂഷൻ, അല്ലേ? ഗ്രീൻ റെവല്യൂഷൻ എന്താണ്, എങ്ങനെ വന്ന്, എന്തൊക്കെയായിരിക്കും അവിടെ നടക്കുന്നതെന്നുള്ള ആ പേര് കേട്ടുമ്പോൾ നമുക്കറിയാം. എന്നാലും ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ പറയാതിരിക്കാൻ പറ്റില്ല. നോട്ട് ഇൻ ഇംഗ്ലീഷ് ബട്ട് ഇൻ മലയാളം. ബിക്കോസ് most explanations are very appealing, striking, if such explanations are made in our mother tongue. എന്താണ് മദർ ടങ്? മദർ ടങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാതൃഭാഷ. മാതൃഭാഷയിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ പഠിത്തത്തിന് ആഴം കൂടുതലായിരിക്കും. നമ്മൾ ഇംഗ്ലീഷിൽ അത് ലേൺ ചെയ്താൽ മതി. ഇംഗ്ലീഷിൽ അതൊന്ന് ലേൺ ചെയ്യുക, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, സോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് വെൻ യു ആർ ലേണിംഗ് സംതിങ് ഇൻ മദർ ടങ്, that is a different thing. So that is why all countries are conducting their education only in their mother tongue. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് വരണമെന്നല്ല പറയുന്നത്? അപ്പോൾ ഇംഗ്ലീഷ് ഇഷ്ടംപോലെ കണ്ടൻറ് ഉണ്ട്, നമുക്കത് വായിച്ച് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി മതി, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ബട്ട് വെൻ യു ആർ ലേണിംഗ് സംതിങ് ഇൻ മദർ ടങ്, ലേണിംഗ് become very easy, because mother tongue is something very different. You are communicating for enjoyment, you are communicating with your parents, your friends, your what we can say, to teachers or somebody else, when communicating in the streets, you are thinking in everything in terms of your mother tongue. Okay, so mother tongue has lot of advantages. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൂടുതൽ മലയാളം ഉപയോഗിക്കുന്നത്. So when you are using English, one thing is that we cannot have that much a smooth language, because it is a foreign language. We are not expert. Some people are very expert, but I am not expert. I have a reasonably good English, but still, if I am presenting those things in English, problem is that the level of learning capacity of the people will be much lower when compared to the situation when I am using the mother tongue. Okay, so that is the significance of mother tongue. In Germany, teaching is only in German. In Japan, teaching is only in Japanese language. They teaches in English also, only aiming at foreign students, so that is why that is justification for using mother tongue as a medium of instruction. Okay, so now there is a trend called bilingual language, bilingual teaching. What is bilingual? That means you are using two languages, you are mixing two languages. That doesn't mean that I am taking 2 or 3 sentences in English fast, then converting into Malayalam second, but rather instead of that we are using both English and Malayalam. You can call it as Manglish. In India there is another language called English. അപ്പോൾ ഇതിനെല്ലാം അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, ലെറ്റ് മീ ഡിലീറ്റ് ദാറ്റ്. സോ വാട്ട് ഐ എം ടെല്ലിങ് യു ദാറ്റ് സിൻസ് ദീസ് ഈസ് അവർ ബിഗിനിങ് ക്ലാസ്സസ്, the way in which the class is taking and the approach etc. is very important. Especially I should convince that basic things regarding our classes and methodologies. Okay, now we are coming to our topic, that is called green revolution. Okay, so green revolution മലയാളം വാക്ക് എന്താണ്? ഹരിത വിപ്ലവം. ഓക്കെ, അത് നമുക്ക് റയറായിട്ട് ഉപയോഗിക്കണം. അതിനേക്കാളും നല്ല വാക്ക് ഗ്രീൻ റെവല്യൂഷൻ തന്നെ. അപ്പം ഗ്രീൻ റെവല്യൂഷൻ ഒരു ഇൻട്രഡക്ഷൻ തരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് തരാൻ എനിക്ക് പറ്റുമല്ലോ എന്നുള്ളതാണ് സത്യം. കാരണം ഗ്രീൻ റെവല്യൂഷൻ്റെ പ്രാധാന്യം അറിയണമെങ്കിൽ നമ്മൾ വിശപ്പ് അറിയണം. വിശപ്പ് നിങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കേഷണലായിട്ട് അറിയാമായിരിക്കും, പക്ഷെ നമുക്ക് ദാരിദ്ര്യം അറിയണം. ഈ ദാരിദ്ര്യവും വിശപ്പും നമ്മൾ വ്യത്യാസമുണ്ട്. വിശപ്പ് പെർമനൻ്റ് ആകുമ്പോഴാണ് ദാരിദ്ര്യമായിട്ട് വരുന്നത്. അപ്പോൾ ദാരിദ്ര്യം അറിഞ്ഞ ഒരു തലമുറ അല്ല നമ്മളാരും, നമ്മൾ പേരൻസും അങ്ങനെയല്ല. പക്ഷെ പേരൻസിൻ്റെ പേരൻസ് ഫമേന്ന് പറഞ്ഞൊരു ഒരു വലിയ ട്രെൻഡിൽ കൂടെ കടന്നുപോയി. പട്ടിണി മരണങ്ങൾ, അല്ലേ? വൈറസ് വന്ന് മരിച്ചതല്ല, ഭക്ഷണം ഇല്ലാതെ മരിച്ചതാണ്, അല്ലേ? അപ്പോൾ ഭക്ഷണം ഇല്ലാതെ മരിച്ച ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ക്യൂരിയസോടെ ചിന്തിക്കുന്ന ഒരു തലമുറയെ നമ്മളിപ്പം പട്ടിണിയെക്കുറിച്ച് നമ്മൾ പുസ്തകത്തിലൂടെ പഠിക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇന്ത്യയിൽ നിന്നുണ്ടല്ലോ 305 മില്യൺ ടൺസ് ഫുഡ് ഗ്രെയിൻസ് ഉണ്ട്. ഈ കണക്കൊക്കെ എന്തിനാണെന്ന് ചോദിച്ചേക്കരുത്. 285 265 5 years ബാക്ക്, 285 കുറേ 2 വർഷം മുമ്പ്, 295 കഴിഞ്ഞ വർഷം. ഈ 305 മില്യൺ ടൺ ഫുഡ് ഗ്രെയിൻസ് അതിനകത്ത് റൈസ് ഉണ്ട്, വീറ്റ് ഉണ്ട്, പൾസസ് ഉണ്ട്. പൾസസ് എന്ന് പറഞ്ഞാൽ എന്താ? സോറി കേട്ടോ, പയറുവർഗ്ഗങ്ങൾ. നോർത്ത് ഇന്ത്യയിലെ ആൾക്കാർ ഇറച്ചി കഴിക്കില്ല, അവർക്ക് പൾസാണ് ഭയങ്കര പ്രധാനപ്പെട്ട. വെജിറ്റബിൾ
പ്രോട്ടീൻ എന്നൊക്കെ അതിനെ പറയുന്നത്. ഞാൻ അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്ന പൾസസ് എന്നാണ് പറയും. നമ്മുടെ സ്കൂളിലൊക്കെ ഉച്ചക്കഞ്ഞിയുടെ കൂടെ പയർ തരികയില്ലേ, അതാണ് സംഭവം. പൾസ് അത്രയും പ്രധാനപ്പെട്ട. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൾസ് കഴിക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൾസ് ഉണ്ടാക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൾസ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ. അപ്പോൾ പൾസ് എത്ര തമിഴ്നാട്ടിലൊക്കെ ചോറിനിടയ്ക്ക് പയറിങ്ങനെ ഇട്ടിട്ട് കഞ്ഞിയായിട്ട് വേവിച്ച് തരുന്നത് നമ്മൾ ഓർക്കുന്നുണ്ടോ? പൾസ് അത്രയും പ്രധാനപ്പെട്ട. ഈ ഉഴുന്ന് പൾസൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, അറിയത്തില്ല. ഉഴുന്ന് പൾസല്ല, ആ ഉഴുന്ന് ഇങ്ങനെ നിലത്തുനിന്നുണ്ടാകുന്നില്ലേ, ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തരാമെന്നറിയോ, ഈ പട്ടിണി മരണങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒന്നാം പഞ്ചവത്സരപദ്ധതി, രണ്ടാം പഞ്ചവത്സരപദ്ധതി എന്ന് പറഞ്ഞാൽ ഒന്നാം പട്ടിണി മരണം 1960-കളിലെ പട്ടിണി മരണം, 40-കളിലെ പട്ടിണി മരണം, 1920-ലെ പട്ടിണി മരണം, 1800-കളിലെ പട്ടിണി മരണത്തിലുണ്ടല്ലോ, ഏതോ ഒരു ലോഡായിരുന്നു ബംഗാളിലെ പട്ടിണി മരണം. എത്ര ആൾക്കാരെ മരിച്ചെന്ന് അറിയാം. അതിൻ്റെ ചരിത്രമൊക്കെ മറന്നുപോയി. അയ്യോ, ചിന്തിക്കാൻ പറ്റില്ല അതിനെക്കുറിച്ച്. അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് പ്രഭുവൊക്കെ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ആളുകളൊക്കെ ചുമ്മാ മരിച്ചവരെ ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടിടുക. ഇനി കൊണ്ടിടാൻ പോലും ആളില്ല. അത് 1940-ലെ പട്ടിണി മരണത്തെക്കുറിച്ച് പറയുന്നതെന്നറിയാം, പട്ടിണി മരിച്ചുപോയ ആൾക്കാരുടെ എല്ല് പിടിച്ച് ഗോതമ്പിൻ്റെ അകത്ത് മായം ചേർക്കാനിട്ടെന്നാണ് പറയുന്നത്. അത്രയും വലിയ ഫമീൻസ് ഇന്ത്യയിലുണ്ടായിരുന്നു. ഫമീൻസ് സ്വാതന്ത്ര്യശേഷം അപ്രത്യക്ഷമായിട്ടൊന്നുമില്ല. 1960-കളിലുണ്ടായിരുന്നു, 1970-ൽ ആദ്യ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പട്ടിണി മരണങ്ങളുടെ കാര്യം നമ്മൾ പറയുന്നത്. അപ്പം ഇത് നമ്മുടെ കാലഘട്ടത്തെ ഇപ്പം നിങ്ങളുടെ പേരൻസൊക്കെ എറണാകുളം ജില്ലയാണല്ലോ, ഞാൻ കോട്ടയം ജില്ല ഒക്കെ ആണ്. അപ്പോൾ ഞാൻ ഈ പട്ടിണി മരണങ്ങളെക്കുറിച്ച് വലിയ പ്രായമുള്ള 100 വയസ്സുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, ചാച്ചാ പട്ടിണി മരണമൊക്കെ ഉണ്ടായിരുന്നോ അന്നത്തെ കാലത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വസൂരിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വസൂരിയെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഈ പട്ടിണി മരണങ്ങളെക്കുറിച്ച് പറയുന്നത് ഇവിടെ പട്ടിണി മരണമില്ലായിരുന്നു. അത് ഈ നമ്മളിവിടെ ഉണ്ടല്ലോ, ഈ മൺകോപ്പയ്ക്കകത്ത് കഞ്ഞി തരുമായിരുന്നു. അതിൻ്റെ അകത്ത് ഇച്ചിരി പറ്റി ചോറായിട്ട് കിട്ടും. ചോറിങ്ങനെ പറ്റായിട്ട് കിടക്കും കേട്ടോ. അതായിരുന്നു നമുക്ക് കഴിക്കാനുള്ളത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ അറിയേണ്ടത്. ഗ്രീൻ റവല്യൂഷനും ഫമീനും രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസും ഈ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുസ്തകത്തിൽ നിന്ന് ഡ്രൈ ആയിട്ടല്ല മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പട്ടിണി മരണത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ കേരളത്തിൽ ഇപ്പം 1940-കളിലും 1960-കളിലും ഇന്ത്യയിൽ പട്ടിണി മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കാരണവടെ വെച്ച് ആര് പറഞ്ഞാൽ കോപ്പയ്ക്കകത്ത് മൺകോപ്പയ്ക്കകത്ത് കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് കഞ്ഞി തരുമായിരുന്നു പറഞ്ഞു. കഞ്ഞിവെള്ളം പെട്ടെന്ന് കുടിച്ചെടുത്തിട്ട് ഈ കഞ്ഞിപ്പിറ്റ് തിന്നുമായിരുന്നു പറഞ്ഞു. അത്രമാത്രം ഫുഡ് ഭയങ്കര കുറവായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, അന്ന് എങ്ങനെയാണ് പിന്നെ ഇവിടെ ഭയങ്കര ആൾക്കാർ മരിച്ചു പോയിട്ടൊന്നും പറയുന്നില്ലല്ലോ ചോദിച്ചു. ചേട്ടൻ പറയാണ്, ഇവിടെ കാച്ചിലുണ്ടായിരുന്നു, ചേന ഉണ്ടായിരുന്നു, പന ഉണ്ടായിരുന്നു, കിഴങ്ങുവർഗ്ഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ചക്ക ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പട്ടിണി മരണത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളെങ്ങനെയാണ് പട്ടിണി മരണത്തിൽ രക്ഷപ്പെട്ടതെന്ന് ഇതൊക്കെ അവിടെ നോർത്ത് ഇന്ത്യ ഉണ്ടോ? ഇങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും നോർത്ത് ഇന്ത്യ ഒന്നുമില്ല. ഇവിടെ എല്ലാ നട്ടാലും വളരുമല്ല എങ്ങനെ പെട്ടെന്ന്. അപ്പോൾ അവിടെ എങ്ങനെയൊന്നുമില്ല, മഴയില്ല, ഭയങ്കര വേനൽ വരും. അവിടെ ബാർലി, ഗോതമ്പ്, റൈസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അവിടെ ഇങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പം വെള്ളം വന്നു കഴിഞ്ഞാൽ പട്ടിണി മരണങ്ങൾ ഹ്യൂജായിട്ട് വരും. അപ്പോൾ അതിനെക്കുറിച്ച് ബേസിക്കായിട്ടുള്ള ഒത്തിരി കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ മാൽത്തൂസ് ഒരു വലിയ പ്രവാചകനെ പോലെ പ്രവചനങ്ങൾ നടത്തിയ ഒരാളാണ് മാൽത്തൂസ്. അദ്ദേഹം പറഞ്ഞു, ജനസംഖ്യ 2, 4, 8, 16, 32, ഇപ്പോൾ അവിടെ നിന്ന് 64 നിങ്ങൾ പറയില്ല, ഞാൻ തന്നെ പറഞ്ഞേക്കാം, 64 നിലയ്ക്ക് ജോമെട്രിക്കായിട്ട് സോറി കേട്ടോ കുതിച്ചു കയറും. ഫുഡ് സപ്ലൈ 2, 4, 6, 8 ഇങ്ങനെ രീതിയിൽ പോകും എന്ന് ആര് പറഞ്ഞു? മാൽത്തൂസ് പറഞ്ഞു. അപ്പം പോപ്പുലേഷൻ കൂടുതലും ഫുഡ് സപ്ലൈ കുറവും. അപ്പോൾ കുറേ ആൾക്കാർ മരിക്കും, കുറേ ആൾക്കാർ ഫുഡില്ലാതെ മരിക്കും, കുറേ ആൾക്കാർ അസുഖങ്ങൾ വന്ന് മരിക്കും. സ്വാഭാവികമായിട്ട് പ്രകൃതി മനുഷ്യൻ്റെ പെരുപ്പത്തെ കൺട്രോൾ ചെയ്യാമെന്ന് മാൽത്തൂസ് പറഞ്ഞു. മാൽത്തൂസിൻ്റെ പ്രവചനങ്ങൾ നമുക്കൊരു വെറുപ്പിക്കൽ പ്രവചനം നമുക്ക് തോന്നാം. മാൽത്തൂസ് അങ്ങനെ പറഞ്ഞ 1800-കളിലൊക്കെയാണ്. അന്നേരം ലോകം ഞെട്ടിപ്പോയി. അപ്പം മാൽത്തൂസ് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജനപ്പെരുപ്പം കുറയ്ക്കണം. അങ്ങനെ പറഞ്ഞ മാൽത്തൂസിന്, ജനപ്പെരുപ്പം കുറയ്ക്കണം എന്ന് പറഞ്ഞ മാൽത്തൂസിന് 13 കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഉറപ്പില്ല കേട്ടോ, പലയിടത്തും പറയുന്നത് അങ്ങനെ. നേരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ആക്ഷേപമൊന്നുമല്ല 13 കുട്ടികളുടെ മോശമല്ല, അത്രയും വേണമെന്നല്ല പറഞ്ഞത്. സോ വാട്ട് എവർ മേ ബി, ഐ എം നോട്ട് എൻ്ററിങ് ടു ദാറ്റ് ടൈപ്പ് ഓഫ് ഡിസ്കഷൻ, ദാറ്റ് ഏരിയ. ഓക്കെ, സോ വി ആർ എൻ്ററിങ് ഇൻ, സോ വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ആക്ച്വലി വാട്ട് ഈസ് ഗ്രീൻ റെവല്യൂഷൻ, ഹൗ ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ഇന്ത്യ. ഇപ്പം നമ്മൾ 305 മില്യൺ ടൺ ഫുഡ് ഗ്രെയിൻസാണ്. കോവിഡിൻ്റെ കാലഘട്ടത്ത് പണിയെടുക്കാൻ പോയില്ലെങ്കിലും വീട്ടിൽ 1 രൂപയ്ക്ക് വേണമെങ്കിൽ അരി കിട്ടും. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അന്ന എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരല്ല, അന്നം എന്നുള്ളതിൻ്റെ ഹിന്ദി സംസ്കൃത വാക്കായിരിക്കും.
ഡിലീറ്റ് ചെയ്തോട്ടെ. സോറി, നീ എപ്പോഴും ചുമയ്ക്കുമ്പോൾ ഞാൻ സോറി എന്ന് പറയില്ല, നിങ്ങൾ മനസ്സിലങ്ങ് സോറി വിചാരിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, അതിന് തന്നെ അറിയോ 80 കോടി ജനങ്ങൾക്ക് PDS വഴി, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ കട വഴി ഫുഡ് ഗ്രെയിൻ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ എന്നാ അങ്ങ് അത് എവിടെ നിന്നാന്ന് ചോദിച്ചേക്കാം, ഒരിടത്ത് നിന്ന് ഇറക്കുമതി ഇതൊന്നുമല്ല. ഇത് 305 മില്യൺ ടൺ ഫുഡ് ഗ്രെയിൻ ഇന്ത്യ ഉണ്ടെങ്കിൽ അതിലുണ്ടല്ലോ ഗവൺമെൻറ് മേടിച്ചിട്ട് ഒരു 65 മില്യൺ ടൺ എപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുക. ഇതെന്നാ അറിയും, ഈ 65 മില്യൺ ടൺസ് സൂക്ഷിച്ച് വെച്ചും കേടായിപ്പോവും, അരിയിരുന്ന കേടായിപ്പോവും. എന്നിട്ട് കേടാകുമ്പോൾ അതിൻ്റെ അകത്ത് കുഞ്ഞ് എന്താ ചിലന്തി പോലെ കുഞ്ഞ് ഒരു സംഭവമൊക്കെ എനിക്ക് കണ്ടിട്ടില്ലേ, ചിലന്തി പോലെ എന്തോ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണെന്നൊന്നും പറയുന്നില്ല. അരി ഇങ്ങനെ കുറേ നേരം ഇരുന്ന പൂപ്പൽ പറയുന്നു പിടിക്കും, പിന്നെ അതിനകത്ത് ചെള്ളൊക്കെ കയറും. ഇത് സൂക്ഷിച്ച് വെക്കാൻ ഭയങ്കര ചിലവാണ്. അപ്പോൾ അങ്ങനെ 65 മില്യൺ ടൺ ഇങ്ങനെ എപ്പോഴും സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല, ആർക്കും കൊടുക്കാനില്ല. അതുകൊണ്ട് നമ്മൾ ഗവൺമെൻറ് ഭയങ്കര സന്തോഷമാണ്, നമുക്ക് 80 മില്യൺ ടൺ 80 കോടി ജനങ്ങൾക്ക് ഫുഡ് തരുന്നത്. 2021 നവംബർ വരെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട ആംഗിളിൽ നിന്നുള്ള പഠിത്തം കുറവാണ്. നമ്മൾ വല്ലതും പുസ്തകത്തിൽ നിന്ന് പഠിച്ച് പരീക്ഷാ പേപ്പറിൽ ഇങ്ങനെ അതുപോലെ അങ്ങ് ഇട്ട് പഠിച്ചു പോകുന്ന ആ രീതിയിൽ ഫോളോ ചെയ്യാതെ നമ്മുടെ രാജ്യം നേരിടുന്ന ഈ ഫുഡ് സപ്ലൈ അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് നടത്തണം. ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ. ഇന്ത്യയിൽ ഫുഡ് പ്രൊഡക്ഷൻ ആവശ്യം മിച്ചമുണ്ട്. ദാരിദ്ര്യം കൊണ്ട് ആളുകൾ മരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിതരണത്തിൻ്റെ പ്രശ്നമാണ്. സോ ഇറ്റ്സ് എ പ്രോബ്ലം റിലേറ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻ. യു ആർ നോട്ട് ഗിവിങ് ദി ഫുഡ് ഗ്രെയിൻസ് ടു ദി പുവർ പീപ്പിൾ ബിക്കോസ് ഓൺ ദി വൺ സൈഡ് പുവർ പീപ്പിൾ സോറി കേട്ടോ. അപ്പോൾ പുവർ പീപ്പിൾ ആർ ഡൈങ്. അതിനൊരു ചിത്രമാണ്, ഇന്ത്യൻ്റെ അകത്തുനിന്ന് ചിത്രമുണ്ട്. ഇപ്പം വന്ന ഒരു 3-4 വർഷം മുമ്പായിരുന്നു. എന്താണെന്നറിയാമോ, പഞ്ചാബിൽ ഗോതമ്പ് സൂക്ഷിച്ചിരുന്ന ധാന്യപ്പുരകൾ ഗവൺമെൻറ്റാണ്, വേറെ സ്വകാര്യ വ്യക്തിയുടെ ഒന്നുമില്ല. ഗോതമ്പ് അഴുകി കിടക്കുക, അഴുകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് ഇങ്ങനെ കേടായിട്ടും കിടക്കുക. അപ്പം ഇങ്ങനെ ഒരു വലിയ ഗോഡൗൺ ഔട്ടാവും, ഗോതമ്പ് കേടായി കിടക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ചാക്കും എടുത്ത് ഒരു ദരിദ്രം നടക്കും. എന്തിനാണെന്നറിയാം, ഏതെങ്കിലും കുറച്ച് ഗോതമ്പ് നല്ലതായിട്ട് മിച്ചം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. ആ അവസ്ഥ ചിന്തിച്ച് നോക്കും. So what is the problem here? It is actually a problem of distribution. On the one side, the government is accumulating lot of food grains. On the other side, some people, poor people are dying. ഇതൊരു എക്സാഗ്രേറ്റ് സിറ്റുവേഷൻ. ഒരാളെ 2 ആൾ അല്ലെങ്കിൽ ഒരു 10-25 പേർക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നുള്ളൂ. അതുകൊണ്ട് അതൊരു നമുക്ക് ഒരു മാനേജ്മെൻറ്റ് പ്രശ്നമാണ്. ഇത് വല്ലയിടത്തുമൊക്കെ സംഭവിക്കും, അതിനെ നമ്മൾ പേപ്പിച്ച് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം ഉണ്ടാകും. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇന്ത്യ ഈസ് ഹാവിങ് ആഡിക്വേറ്റ് ഫുഡ് പ്രൊഡക്ഷൻ. ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരൈറ്റമേ ഉള്ളൂ കേട്ടോ. അത് ഏതാണെന്നറിയാമോ? എഡിബിൾ ഓയിലാണ്. എഡിബിൾ ഓയിൽ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന ഓയിൽ എന്നാണ്. അതേതാണെന്ന് പറയും, പാം ഓയിൽ, പിന്നെ ഒലിവ് ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഓയിലുണ്ട്. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡിബിൾ ഓയിലായിട്ട് പറയുന്നത്. അപ്പോൾ അത് മാത്രമേ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുള്ളൂ, ബാക്കിയെല്ലാം ഇന്ത്യ ഡൊമസ്റ്റിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഗ്രീൻ റെവല്യൂഷനിലേക്ക് വരിക. ഈ ഗ്രീൻ റെവല്യൂഷൻ 1960-കളിലാണ് നടന്നത്. അപ്പോൾ നിങ്ങൾ പേരൻസിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, പേരൻസ് അല്ല, ഗ്രാൻഡ് പേരൻസ് അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് അറിയില്ലായിരിക്കും, പക്ഷേ പട്ടിണിയെക്കുറിച്ച് ചിലപ്പോൾ ഏതെങ്കിലും കേട്ടിട്ട് കാണും. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ്റെ പ്രത്യേകത അറിയാം. നമ്മൾ പറഞ്ഞല്ലോ മാൽത്തൂസിൻ്റെ പ്രഡിക്ഷൻ ശരിയായിരുന്നു. 1950-കളിലും 900 വന്നില്ലല്ലേ, 60-കളിലും ബ്രിട്ടീഷുകാർ ഭരിച്ചതിന് ഇട്ടച്ചു പോയ കാലഘട്ടത്തിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടി ഇട്ടച്ചു പോയതല്ല, നമ്മൾ അവരുടെ നിന്ന് പണം പിടിച്ചെടുത്തതിന് ശേഷം ഇന്ത്യയിൽ ഒത്തിരി പട്ടിണി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ടല്ലോ ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഫുഡ് പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി ഒത്തിരി ശ്രമങ്ങൾ നടത്തി. ഇന്ത്യ എപ്പോഴും അമേരിക്കയിൽ നിന്ന് ഫുഡ് ഗ്രെയിൻ ഇമ്പോർട്ട് ചെയ്തു. അതിന് ഒരു നിയമം ഉണ്ടായിരുന്നു, PL 480. അങ്ങനെ ഫുഡ് ഗ്രെയിൻ ഇപ്പം നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് കിട്ടിയത് മെയ്സാണ്. മെയ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, ഈ ചോളം എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ കടയിലൊക്കെ പോകുമ്പോൾ ഒരു ഇങ്ങനെ അത് ഞാൻ വരച്ച് കാണിക്കാം. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ ഇത് പച്ച കേട്ടോ, ഇതും പച്ച. എന്നിട്ട് ഇങ്ങനെ കുറേ കതിരൊക്കെ ആയിട്ട് ഇത് നമ്മൾ കൊണ്ടുണ്ടല്ലോ ചുട്ടിട്ട് നമ്മളിങ്ങനെ കഴിക്കും. കഴിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കഴിക്കും. അതിൻ്റെ പേരൊന്നും ഞാൻ മറന്നുപോയി. നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിച്ചിട്ടില്ല, ഞാനും കഴിക്കുന്നു. അപ്പം മെയ്സാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, കോൺ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പൊടി ഭയങ്കര മഞ്ഞച്ചിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യരുത്. എന്നിട്ട് അത് സ്കൂളിൽ ഉപ്പുമാവായിട്ട് കൊടുക്കും. ഉപ്പുമാവ് ഗോതമ്പ് കേട്ടോ, പുഴുങ്ങിയ ഗോതമ്പ്. അതിനകത്ത് ഇങ്ങനെ പൊടിയായിട്ട് ഇരുമ്പോൾ മഞ്ഞപ്പൊടി ഇങ്ങനെ ഇറക്കും. അത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യരുത്. അപ്പോൾ ഇന്ത്യ ഫുഡ് ഇമ്പോർട്ട് ചെയ്ത് അമേരിക്കയെ ആശ്രയിച്ച് കഴിഞ്ഞ ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ഫുഡ് പ്രൊഡക്ഷൻ നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷൻ
ഇന്ത്യ റിലീസ് ചെയ്യാൻ പറ്റിയ 1970s. 70s അവസാനമായപ്പോഴാണ്, അല്ലെങ്കിൽ ആദ്യം തൊട്ട് അവസാനം, ആദ്യം എന്ന് പറയാം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യത്തിന് ഫുഡ് ഗ്രെയിൻ ഇന്ത്യയിലുണ്ട്. 1970 അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗ്രീൻ റെവല്യൂഷനാണ്. ഇനി നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമ്മൾ ഫുഡ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് കൂട്ടുന്നത്? നിങ്ങളോട് ഞാൻ ചോദിക്കുക, ഫുഡ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് കൂട്ടുന്നത്? നിങ്ങൾക്കൊരു അഭിപ്രായം പറയും. നിങ്ങളെന്നാ പറയുന്നത് അറിയോ? എന്തോ പറയുന്നത് അറിയോ? ഈ ഇടുക്കിയിലെ കാടൊക്കെ വെട്ടിയിട്ട് അവിടെ ഇച്ചിരി ഗോതമ്പ് നടുക, അല്ലെങ്കിൽ നെല്ല് നടന്നതെന്ന് നിങ്ങൾ പറയും അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് എക്സ്പാൻഷൻ ഓഫ് ഏരിയ. അങ്ങനെ പറയൊന്നുമില്ല കേട്ടോ, എനിക്കറിയാം, അങ്ങനെ പറയാമെന്നറിയാം. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷൻ ഓഫ് ഏരിയ, വി ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ഷൻ ബൈ എക്സ്പാൻഡിങ് ദി ഏരിയ അണ്ടർ പ്രൊഡക്ഷൻ. ഓക്കെ, സോ യു നോ ഇൻ ഇന്ത്യ that has limitations because we are already we are already brought all the cultivable area under cultivation. Okay, there is limitation in expanding the area of cultivation because land is limited in supply. Okay, so next option is raising productivity എന്നുള്ള വാക്കിന് ഭയങ്കര അർത്ഥമുണ്ട്. സോറി കേട്ടോ, ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനക്ഷമത എന്നാണ് അർത്ഥം. നമ്മളൊരു ഏക്കറിൽ നേരത്തെ 100,000 കിലോയെ പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ അത് 2,000 കിലോയിലോട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് യു ആർ ഇൻക്രീസിങ് ദ പ്രൊഡക്ടിവിറ്റി. സോ 100 മില്യൺ ഹെക്ടേഴ്സ് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 100 ടൺ, ചുമ്മാ ഉദാഹരണം പറയാം കേട്ടോ, വലിയ ഫിഗർ പോകാം, 100 ടണ്ണാണ് പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ 200 ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്ക്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യണം? കൂടുതൽ ടൈം പ്രൊഡ്യൂസ് ചെയ്യണം, കൂടുതൽ നല്ല വെറൈറ്റി കൊണ്ടുവരണം, വെറൈറ്റി ഓഫ് സീഡ്, വെറൈറ്റി ഓഫ് സീഡ്, നല്ല സീഡ്. പിന്നെ എന്ത് ചെയ്യണം? ഇറിഗേഷൻ വേണം. പിന്നെ എന്ത് വേണം? ഫെർട്ടിലൈസർ വേണം. ഇതെല്ലാം ടൈമിൽ ചെല്ലണം. ശരിയല്ലേ? കതിരെ കൊണ്ട് വളം വെക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു ചെടി വളർന്നു കഴിഞ്ഞ് വളം വെച്ചിട്ട് വല്ല കാര്യമുണ്ട്? ആ സമയത്ത് വെള്ളവും വളവും കൃത്യമായിട്ട് ഉപയോഗിച്ച്, കൂടുതൽ ഉപയോഗിച്ച് ചള്ള, എല്ലാം ചള്ള. അപ്പം കൃത്യമായിട്ട് ഉപയോഗിച്ച് പ്രൊഡക്ടിവിറ്റി. സോ the increase in productivity is the best way to ensure or having more production. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എല്ലാം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നില്ല. അപ്പം ഗ്രീൻ റെവല്യൂഷൻ വാസ് a phenomenon that occurred all across the world where the productivity of agriculture crops was expanded exponentially, unthinkably. അപ്പം നമ്മൾ ഇങ്ങനെ പറയുമ്പോഴേ ഈ ഗോതമ്പും റൈസുമേ, നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഗോതമ്പും റൈസും എങ്ങനെയാണ് മനുഷ്യനെ കണ്ടുപിടിച്ചതെന്ന്? അല്ലേ? അതെ, ആരായിരിക്കും അത് കണ്ടുപിടിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഗോതമ്പ് ഒരു പുല്ല, റൈസ് ഒരു പുല്ല, ഗ്രാസാണ് ബേസിക്കലി. ഗ്രാസ് ലാൻഡിലാണ് കൂടുതലും ഇതൊക്കെ വളരുന്നത്. ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ പുൽമേടുകൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാവന്ന ഫോറസ്റ്റ് ആട്ടോ. നമ്മൾ നിങ്ങൾ കേട്ടിട്ടുള്ള റഷ്യൻ പെപ്പ് എന്ന് പറഞ്ഞ് സ്റ്റെപ്പെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അമേരിക്കയിലെ സ്റ്റെപ്പെ. പിന്നെ പ്രയറീസ്, കാമ്പോസ്, ഇതെല്ലാം ഇവിടെ പുൽമേടുകളാണ്. ഈ പുൽമേടുകൾ വെട്ടി പുല്ല് കളഞ്ഞിട്ട് പകരം ഗോതമ്പ് കൃഷി ചെയ്തു. പിന്നെ നദിയുടെ തീരത്ത് നിരപ്പാക്കി അവിടെ റൈസും ഗോതമ്പും കൃഷി ചെയ്തു. അവിടെ നൈൽ നദിയുടെ തീരത്ത്. അതേ കാലത്തെല്ലാം അഗ്രികൾച്ചർ അവിടെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? അതായത് ഈ ഗ്രീൻ റെവല്യൂഷൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഒന്ന് ഒരു സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഗ്രീൻ റെവല്യൂഷൻ വന്ന കാലഘട്ടത്തിൽ അത് ശരിക്കും പ്രൊഡക്ടിവിറ്റി കൂട്ടിയാണ് വന്നത്. പ്രൊഡക്ടിവിറ്റി കൂട്ടി പുതിയ ഇനം വെറൈറ്റികൾ കൊണ്ടുവന്നാണ് ഗ്രീൻ റെവല്യൂഷൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. നമ്മൾ പറയുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ് പുതിയ വെറൈറ്റി. ആ വെറൈറ്റികൾക്ക് പ്രൊഡക്ടിവിറ്റി കൂടുതലായിരുന്നു. എന്തായാലും പ്രൊഡക്ടിവിറ്റി കൂടുതലായിരുന്നു. അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുന്ന തരത്തിലുള്ള ഇനങ്ങൾ കൃഷി ചെയ്തു, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച്. നേരത്തെ ഇനങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നോ? നേരത്തെ ഇനങ്ങൾ കണ്ടുപിടിച്ചില്ല. ഇവ ലാബിൽ ഡെവലപ്പ് ചെയ്തതാണ്. നമ്മൾ കാണാൻ പറ്റില്ല, ലാബിൽ ഡെവലപ്പ് ചെയ്ത് എന്തെല്ലാം സാധനങ്ങളും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈയിടെയായിട്ട്. അപ്പോൾ ലാബിൽ കണ്ടുപിടിച്ച് ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ മുഴുപ്പ് പറഞ്ഞാൽ ഡ്വാർഫ്, നമ്മൾ ബോൺസായി എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അത്രയും നല്ല ഡ്വാർഫ് കുറഞ്ഞതിനും മുഴുപ്പ് കുറഞ്ഞതിനും. പിന്നെ അതിൻ്റെ പ്രത്യേകം അറിയാം, ഷോർട്ട് ടൈം മതി അത് കൃഷി ചെയ്യാൻ. പിന്നെ എന്താണെന്നറിയോ? ഷോർട്ട് ടൈം മതി കൃഷി ചെയ്യാൻ. അപ്പോൾ ഞാൻ ഒരു 12 മാസം കൊണ്ട് വിളവ് വരുന്ന ഗോതമ്പാണെങ്കിൽ ചിലപ്പോൾ 8 മാസം കൊണ്ട് വിളവ് വന്നിരിക്കും. മുഴുപ്പ് പറഞ്ഞാൽ മതി. അപ്പം പിന്നെ മാത്രമേ ഇല കുറവായിരിക്കും, മുഴുവൻ കതിരായിരിക്കും. ആ സിറ്റുവേഷൻ തന്നെയാണല്ലേ, മുഴുവൻ കതിരായിരിക്കും, കുഞ്ഞില. സോ സച്ച് വെറൈറ്റീസ് ഓഫ് സീഡ്സ് വർ ഡെവലപ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയൻസ്. ദെൻ പ്രൊഡക്ടിവിറ്റി എക്സ്പാൻഡഡ്, പ്രൊഡക്ഷൻ എക്സ്പാൻഡഡ്. സോ ഫുഡ് സെൽഫ് സഫിഷ്യൻസി കെയിം.
But one peculiarity of this particular development where you are using the scientifically developed high yielding varieties. The yield is very high. High yielding varieties. High yielding varieties എന്ന് പറഞ്ഞാൽ yield എന്ന് പറഞ്ഞാൽ എന്താ, റിട്ടേൺ പെർ ഹെക്ടർ എന്നാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഉൽപ്പാദനക്ഷമത കൂടുതൽ. ഓക്കെ, പെർ ഹെക്ടറിൽ കൂടുതൽ ഉൽപ്പാദനക്ഷമത കിട്ടും. അങ്ങനെയുള്ള വെറൈറ്റി സീഡ് കൊണ്ടുണ്ടല്ലോ, ദാറ്റ് സീഡ് വിൽ വർക്ക് ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ, ഫെർട്ടിലൈസേഴ്സ് എക്സെട്ര. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഗ്രീൻ റെവല്യൂഷൻ വേണമെങ്കിൽ എന്തൊക്കെ വേണം? ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി കൂടുകയാണ്. പ്രൊഡക്ടിവിറ്റി കൂടുമ്പം പ്രൊഡക്ഷനും കൂടുകയാണല്ലോ, അല്ലേ? പെർ ഹെക്ടർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും മൊത്തം പ്രൊഡക്ഷൻ കൂടും. ഓക്കെ, സോ ഹിയർ ദ സീഡ് ഈസ് കമ്പൈനിങ് വിത്ത് അഡ്വാൻസ്ഡ് ഹൈ yielding varieties. High yielding variety seeds is coming along with what we can say water, then fertilizers. Okay, without these two we cannot apply what high yielding varieties, and that phenomenon where productivity and production expanded as a result of the application of high yielding varieties and the agriculture inputs like water and fertilizer is called green revolution. സോറി കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഹൈ yielding വെറൈറ്റി ഒക്കെ ആരാ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ചിന്തിച്ചു നോക്കാം, അല്ലേ? നമ്മൾ ഈ കാടുകളിൽ നിന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്നാണോ? അല്ല, ലാബുകളിൽ ഡെവലപ്പ് ചെയ്ത ചില പർട്ടിക്കുലർ ട്രേഡ്സ്. ഒരു പ്ലാന്റിനെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ വാഴയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ വാഴയ്ക്ക് ചില പ്രോപ്പർട്ടിയാണ്, പല പ്രോപ്പർട്ടിയാണ്. ഞാൻ ഈയിടെ ഒരു വാഴ വിത്ത് മേടിക്കാൻ പോയി കേട്ടോ. ആ വാഴ വിത്ത് കണ്ടു കഴിഞ്ഞാൽ റോബസ്റ്റ് വാഴയിലെ കായുടെ കാര്യം പറഞ്ഞു. വാഴ കണ്ടു കഴിഞ്ഞാൽ റോബസ്റ്റ പോലെ ഇരിക്കും. ടേസ്റ്റ് പൂവൻവാഴയുടെ പൂവസ്റ്റാന്നുമല്ല, നമുക്ക് വേറിടേണ്ടി വരും. അതെങ്ങനെ അങ്ങനെ ആയിപ്പോയത്? നമ്മൾ ഈ കുതിരയുടെ മുകളിൽ സീബ്രയുടെ വര കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രം ഇതൊക്കെ ലാബിൽ ഡെവലപ്പ് ചെയ്യുമ്പോണ്ടല്ലോ, ചില പ്രോഡക്റ്റുകൾ ചില പ്രത്യേക ട്രേറ്റുകൾ വെച്ച് ഇങ്ങനെ ഉണ്ടായി വരിക. ഇങ്ങനെയൊക്കെ വാഴ ഉണ്ടാക്കി കഴിഞ്ഞാണല്ലോ അത് പലരും കൊണ്ട് കൃഷി ചെയ്ത് ചിലപ്പോൾ അതിനകത്ത് ഗുണമൊന്നും കാണില്ല, അങ്ങ് വെറ്റ് വരിക. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ അവർക്ക് ലൈസൻസ് കൊടുക്കണം. അപ്പം നമ്മളിവിടെ പറഞ്ഞത് ലാബുകളിൽ ഡെവലപ്പ് ചെയ്താണിത്. സോ അങ്ങനെ ലാബിൽ ഡെവലപ്പ് ചെയ്തത് ആരാണ്? ആ ലാബിൽ ഡെവലപ്പ് ചെയ്ത ആളുടെ പേരാണ് നോർമൻ ബോർലോഗ്. ഈ നോർമൻ ബോർലോഗിനെ കുറിച്ച് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ടോ അദ്ദേഹം കൊണ്ടുവന്ന മെക്സിക്കയിലെ ഡാർക്ക് വെറൈറ്റി വീറ്റാണ് കോണാണ് കൈപ്പിടിച്ചത്. വീറ്റാന്ന് തോന്നുന്നു, അല്ലേ? അതെ, കൈപ്പിടിച്ചിരിക്കുന്നത് അദ്ദേഹമാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹത്തെ നമ്മളിതിൻ്റെ മധ്യസ്ഥനായിട്ട് കാണേണ്ടി വരും ഗ്രീൻ റെവല്യൂഷൻ്റെ. അപ്പം ഗ്രീൻ റെവല്യൂഷനിലൂടെ അഡ്വാൻസ്ഡ് സീഡ് കൊണ്ടുവന്ന ആളാണ് നോർമൻ ബോർലോഗ്. നമ്മൾ MS സ്വാമിനാഥനൊക്കെ നമ്മൾ ഇന്ത്യയിലെ ഗ്രീൻ റെവല്യൂഷൻ്റെ പിതാവെന്ന് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടല്ലോ. പക്ഷെ അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ്, ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്ന, പക്ഷെ ലോകത്ത് മുഴുവൻ കൊണ്ടുവന്ന ആൾ നോർമൻ ബോർലോഗ്. നമുക്ക് നോക്കാം തുടക്കം തൊട്ട്. റിമാർക്കബിൾ ഡെവലപ്മെൻറ്റ് and achievement during the last 100 years was the advent of green revolution in the 1960s. Till then, famine and large-scale death were norms, and agriculture production was determined by availability of area under cultivation. അപ്പോൾ അതുവരെ നമുക്ക് ഫമൈൻ, പട്ടിണികൾ, ദെൻ ലാർജ് സ്കെയിൽ ഡെത്ത് വർ നോംസ്, അവയൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിന് ശേഷം എന്തുണ്ടായി? ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായി. എങ്ങനെയാണ്? അഗ്രികൾച്ചർ ഏരിയ കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടല്ല, പക്ഷെ നല്ല സീഡ്സ് ഉണ്ട്. മെനി കൺട്രീസ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ ലിവ്ഡ് ഫുഡ് ഡെഫിസിറ്റ്സ് ആൻഡ് റിലൈഡ് അപ്പോൺ ഫുഡ് സർപ്ലസ് കൺട്രീസ് ടു സസ്റ്റെയിൻ ദ പോപ്പുലേഷൻ. ഇന്ത്യ പോലെ രാജ്യങ്ങൾ എന്ത് ചെയ്തു? ഇന്ത്യ പോലെ രാജ്യങ്ങളിൽ ഫുഡ് ഡെഫിസിറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. പോപ്പുലേഷൻ കൂടുതലും ഫുഡ് സപ്ലൈ കുറവ്. അവരെന്ത് ചെയ്തു? അമേരിക്ക പോലെ രാജ്യങ്ങളെ ഫുഡ് സപ്ലൈക്ക് വേണ്ടിയിട്ട് ആശ്രയിച്ചു. ഇതുകൊണ്ട് ചിത്രം കണ്ടോ ഗ്രീൻ റെവല്യൂഷൻ. നോർമൻ ബോർലോഗ് മരിച്ചത് 2009 അദ്ദേഹം മരിച്ചത് ഏത് വർഷം? 2009. ഞാൻ വ്യൂ മോഡിലോട്ട് ഫീഡ് മോഡിലേക്ക് ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടോ. അദ്ദേഹം ആണ് ഈ ഗ്രീൻ റെവല്യൂഷൻ. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അദ്ദേഹം ഇല്ലായിരിക്കും നമ്മൾ കുറേ പേര് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. കാരണം അദ്ദേഹം ഉണ്ടായി, പട്ടിണി മരണം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ പേരൻസൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അവരുള്ളതുകൊണ്ടാണ് നമ്മളുണ്ടായത്. അതുകൊണ്ട് ബോർലോഗിനെ ഒരു നിമിഷമെങ്കിലും ഓർക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, സോ ഈ പിക്ചറെല്ലാം കാണിക്കും. ദരിദ്രന് ഗ്രീൻ റെവല്യൂഷനിലൂടെ ഫുഡ് കൊടുക്കുക, കാർട്ടൂണാണ് കേട്ടോ. നോർമൻ ബോർലോഗായിരുന്നു ലോകത്തിലെല്ലാം ഗ്രീൻ റെവല്യൂഷൻ്റെ പിതാവ്. ഇന്ത്യയിൽ അത് കൊണ്ടുവന്ന ആൾ MS സ്വാമിനാഥൻ. ഓക്കെ, നൗ നോർമൻ ബോർലോഗിൻ്റെ ഒരു ചിത്രം കേട്ടോ. ഈ ചിത്രം പരീക്ഷ ചോദിക്കൊന്നുമില്ല, സാറിങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ട്. പക്ഷെ നമ്മളിങ്ങനെ പഠിക്കുന്നത് അതിൻ്റെ കറക്റ്റ് കണ്ടോ. ഈസ് വെരി ഹാപ്പി മാൻ. മെക്സിക്കൻ ഡാർക്ക് വെറൈറ്റിയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. നോർമൻ Ernest Borlaug was an American agronomist who led the initiative worldwide that contributed to the extensive increase in agriculture production termed the Green Revolution. Borlaug is known as the father of Green Revolution. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ സ്വാമിനാഥൻ എന്ന് പറഞ്ഞ് എഴുതിയേക്കണം കേട്ടോ. അത് വേറൊരു കാര്യം. ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദി വേൾഡ് ഫുഡ് സപ്ലൈ Borlaug was awarded Nobel Peace Prize in 1970. മനസ്സിലായല്ലോ.
അത്രയും പ്രധാനപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ദ ഗ്രീൻ റെവല്യൂഷൻ എൻഡഡ് ഓൾ ദിസ്. അതായത് ഫമീനും പട്ടിണി മരണങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ദ പ്രാക്ടീസ് ഓഫ് യൂസിങ് അഡ്വാൻസ്ഡ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ. അതാണ്, വെള്ളം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു ചെടിയുടെ ചവിട്ടിൽ നിങ്ങൾ വെള്ളം കൊണ്ട് കുത്തി ഒഴിക്കരുത്. രാവിലെ അമ്മ വെച്ച ചെടി ഞാൻ പോയി നോക്കിയേക്കാമെന്ന് പറഞ്ഞാൽ ഒരു കപ്പിൻ്റെ അകത്ത് മുകളിൽ നിന്ന് കുത്തി വെള്ളം ഒഴിച്ച് അതിൻ്റെ ഇടയുള്ള മണ്ണും വേരും എല്ലാവർക്കും കളയരുത്. വെള്ളം ഉപയോഗിക്കുന്നതിന് ഒരു കൃത്യമായ രീതിയുണ്ട്. അത് ഭയങ്കര വെള്ളം എന്തിനാണ്, വെള്ളം ആസച്ച ആവശ്യമില്ല. മൊത്തത്തിൽ വെള്ളത്തിനുള്ള മണ്ണിനുള്ള മിനറൽസ് അബ്സോർബ് ചെയ്യാണ് വെള്ളം ഉപയോഗിക്കുക. സോ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, വെള്ളം വളരെ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒന്നല്ലേ പ്രൊഡക്റ്റിവിറ്റി. ഫെർട്ടിലൈസറും കറക്റ്റായിട്ട് ഉപയോഗിക്കുള്ളൂ. കൂടുതൽ ഫെർട്ടിലൈസർ ഉപയോഗിച്ചാൽ വേരിൻ്റെ ചീഞ്ഞു പോവും, വെന്തു പോവും, വെന്തു. ഓക്കെ, വാസ് റേസ്ഡ് പ്രൊഡക്റ്റിവിറ്റി. ഇറ്റ് ചേഞ്ച് ദ പ്രിവെയിലിംഗ് അഗ്രികൾച്ചർ സിറ്റുവേഷൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് വേർ ഫുഡ് സിറ്റുവേഷൻ വാസ് ഇൻ മാൽത്തൂസിലൈൻസ്. മാൽത്തൂസ് നമ്മൾ പറഞ്ഞ മാൽത്തൂസ് 13 കുട്ടികളുണ്ടായിരുന്ന മാൽത്തൂസ് അല്ല കേട്ടോ. അത് ചുമ്മാ മാൽത്തൂസിനെ കുറിച്ച് കളിയാക്കി പറയുന്നത്, നമ്മളങ്ങനെയൊന്നും പറയാം. ഓക്കെ, അപ്പോൾ മാൽത്തൂസ് പറഞ്ഞൊരു കാര്യം എന്ന് പറയും, ഫുഡ് പ്രൊഡക്ഷൻ പയ്യേ കൂടുള്ളൂ, പോപ്പുലേഷൻ അതിനിരട്ടിയായിട്ടുള്ളൂ. ഗ്രീൻ റെവല്യൂഷൻ എനേബിൾഡ് കൺട്രീസ് ടു എക്സ്പാൻഡ് പ്രൊഡക്ഷൻ വിത്ത് ദി സെയിം അവൈലബിൾ. നിലവിലുള്ള ലാൻഡ് മാത്രം വെച്ച് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ ആർക്കും പറ്റി. ഗ്രീൻ റെവല്യൂഷനെ പറ്റി. ഓക്കെ, നൗ വാട്ട് ഈസ് ഗ്രീൻ റെവല്യൂഷൻ? Green revolution refers to the collective initiatives launched for expanding productivity in major crops including rice and wheat. This is the definition for green revolution. നമ്മൾ അതിനൊന്നും ഡെഫിനിഷൻ്റെ ആവശ്യമില്ല, നമ്മൾ മനസ്സിൽ വെച്ച് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. വിത്ത് ദ എയ്ഡ് ഓഫ് ഹൈ യീൽഡിംഗ് വെറൈറ്റി സീഡ്സ്. വാക്കിയതാണ് high yielding varieties, use of water and fertilizers. The initiative was launched during the mid-1960s and it improved the agriculture productivity of major crops remarkably. Nearly 10 years later, India emerged self-reliant in food production because of the productivity expansion achieved under the Green Revolution. Okay, നമ്മൾ ഇൻട്രഡക്ഷനൊക്കെ ആവശ്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അണ്ടർ ഗ്രീൻ റെവല്യൂഷൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ബേസ്ഡ് ഓൺ പ്രൊഡക്ടിവിറ്റി റെവല്യൂഷൻ. സോ വാട്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ റെവല്യൂഷൻ വാസ് ദാറ്റ്? ഇറ്റ് വാസ് ആക്ച്വലി എ പ്രൊഡക്ടിവിറ്റി റെവല്യൂഷൻ. എന്താണ് പ്രൊഡക്ടിവിറ്റി റെവല്യൂഷൻ? ഉൽപ്പാദനക്ഷമതയുടെ വിപ്ലവമായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഉൽപ്പാദനത്തിൻ്റെ വിപ്ലവമായിട്ട് മാറും. ദി ഫാക്ടർ ദാറ്റ് ചേഞ്ച് അഗ്രികൾച്ചർ അണ്ടർ ദി ഗ്രീൻ റെവല്യൂഷൻ വാസ് the introduction of high yielding variety seeds supported by enhanced use of fertilizer, more application. Hence green revolution is otherwise known as seed fertilizer water technology. എന്താണ് അതിൻ്റെ പേരിന്? സീഡ് ഫെർട്ടിലൈസർ വാട്ടർ ടെക്നോളജി. നല്ല സീഡ് വന്നു, കൂടെ ഫെർട്ടിലൈസർ ഉപയോഗിച്ചു. ഫെർട്ടിലൈസർ ഉപയോഗിക്കണമെങ്കിൽ വാട്ടറും കൂടെ വന്നു. ഓക്കെ, നമ്മളിവിടെയൊക്കെ എങ്ങനെയാണ് കൃഷി അല്ലേ? നമ്മളിവിടെ എന്നാ അറിയാം, നമ്മൾ ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും നാളെ മഴ പെയ്യുമായിരിക്കും. വലിയ മഴ തന്നെ ചെയ്യും, ആ ഫെർട്ടിലൈസർ എല്ലാം കൂടെ പിറവാറ്റി അങ്ങ് കായലിലും കടലിലും ചെന്ന് വീഴും അല്ലേ? ചെറിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ല പയ്യെ മണ്ണിലോട്ട് ചെല്ലും. നമ്മുടെ ഫെർട്ടിലൈസർ ആപ്ലിക്കേഷനെ ശാസ്ത്രീയത കുറവാണ്. എവിടെയെങ്കിലുമൊക്കെ ഇടുന്നു, എങ്ങോട്ടെങ്കിലും പോകുന്നു, ചെടിക്ക് അതിൻ്റെ 10% കിട്ടുന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയല്ല, ശാസ്ത്രീയമായിട്ട് അത് ചെയ്യണം. അതാണ് നമുക്ക് ശാസ്ത്രീയമായിട്ട് അഗ്രികൾച്ചർ നമുക്ക് പ്രാക്ടീസ് ഇതുവരെ വന്നില്ല. നെതർലാൻഡ്സിലും ഇസ്രായേലിലും അങ്ങനെയല്ല, ഭയങ്കര ശാസ്ത്രീയമായിട്ട്. നെതർലാൻഡ്സിലൊക്കെ തക്കാളി കൃഷി ചെയ്യുന്ന എവിടെയെന്ന് അറിയാം, വീടിൻ്റെ ഭിത്തിയില ഒരു കുഞ്ഞു കൂടിൽ നമ്മൾ ചായക്കപ്പില്ല, ഡിസ്പോസിബിൾ കപ്പ്, അതുപോലുള്ള കപ്പിൻ്റെ അകത്ത് മണ്ണ് വെച്ചിട്ട് അതിനകത്ത് ചെടി നട്ടിട്ട് ഈ ന്യൂട്രിയൻസൊക്കെ സപ്ലൈ ചെയ്ത് പൂക്കളും പച്ചക്കറികളും ഉണ്ടാക്കുക. നെതർലാൻഡ്സിൽ അവിടുത്തെ അഗ്രികൾച്ചറിൻ്റെ കാര്യം. ആ തക്കാളിക്ക് കഴിച്ചാൽ നമുക്കൊന്നും സംഭവിക്കാനൊന്നും ഒന്നുമില്ല, നല്ല നാർന്ന തക്കാളിക്ക് തന്നെയാണ്. ഓക്കെ, before green revolution the production expansion was driven by area under cultivation, whereas under green revolution it was productivity. ഓക്കെ, അപ്പം ഗ്രീൻ റെവല്യൂഷൻ മുമ്പ് എന്തായിരുന്നു? നമ്മൾ കൂടുതൽ ലാൻഡ് കൂടുതൽ കൃഷി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കാട് വെട്ടി തെളിച്ച് പുതിയ ഏരിയാസ് നമ്മൾ കൃഷി ചെയ്യണം. ഗ്രീൻ റെവല്യൂഷന് ശേഷം അങ്ങനെയല്ല, ഉൽപ്പാദനക്ഷമതയാണ്. നിലവിലുള്ളിടത്ത് നമുക്ക് കൂടുതൽ ഈൽഡ് നമുക്ക് കിട്ടുക. ഓക്കെ, സമയം അറിയാമല്ലേ? നമുക്ക് അടുത്ത ടോപ്പിക്ക് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. അതും കൂടെ നമുക്ക് ഇൻട്രഡക്ഷൻ എടുത്തിട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല, നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ. ദെൻ ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. 2 initiatives marked the launch of green revolution in India. The first one was the Intensive Area Development Program, which was launched in 1960. Okay, which was launched in 1960. Intensive efforts using modern inputs, fertilizer, irrigation and credits were envisaged under this program for 7 select districts in 7 states. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ IADP എന്നുള്ള പ്രോഗ്രാം ഇന്ത്യ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ചില പ്രത്യേക ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുത്തിട്ട് അവിടെ ഭയങ്കര ആഴത്തിൽ ഫെർട്ടിലൈസറും ഇറിഗേഷനും ഒക്കെ നമ്മൾ ഉപയോഗിച്ച് പ്രൊഡക്ടിവിറ്റി കൂട്ടി.
Later, the program was extended to more areas to cover 114 districts in the name of Intensive Agriculture Area Program 1965. ഓക്കെ 1965 രണ്ട് പ്രോഗ്രാം പരീക്ഷയ്ക്ക് എഴുതാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് അടിയിൽ ഇങ്ങനെ വരണം. സാറ് കാണും, മാർക്ക് നമുക്ക് കൂടുതൽ കിട്ടും. ഓക്കെ, ദ സെക്കൻഡ് ഇനിഷ്യേറ്റീവ് വാസ് ദി ലോഞ്ച് ഓഫ് ദി ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് പ്രോഗ്രാം 1965. ഇപ്പോൾ രണ്ടാമത്തെ അടുത്ത് 1965 ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് പ്രോഗ്രാം മനസ്സിലായ പേര് കിട്ടാൻ തന്നെ അറിയാം. ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് കൃഷി ചെയ്യുക. An important feature of the HOU was that the program was implemented as a package containing adequate irrigation, fertilizers and pesticides. Pesticides എന്ന് പറഞ്ഞാൽ എന്താ? കീടാണുക്കളെ കൊല്ലുന്ന സംഭവം, പെസ്റ്റിസൈഡ്സ്. ഓക്കെ, ദി പ്രോഗ്രാം കവേർഡ് 1.89 million hectares in the initial period and later expanded to large areas towards 1990s. പിന്നീട് എന്ത് ചെയ്തു? കുറച്ച് ഏരിയകളിൽ ആദ്യം, പിന്നീട് ഇന്ത്യയിലെ ഒത്തിരി സ്ഥലങ്ങൾ കവർ ചെയ്യുന്ന രീതിയിൽ ഈ പ്രോഗ്രാം എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻ ഇൻട്രഡക്ഷൻ അബൌട്ട് ഗ്രീൻ റെവല്യൂഷൻ. ഇൻ ദി കമ്മിങ് ഡേയ്സ് വിൽ സീ വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇനഫ് ഫോർ ടുഡേ. ഞാൻ അറ്റൻഡൻസും കൂടെ എടുക്കാവേ, ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ.